ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രിക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്ന് കോടതി. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. പൂജകൾ ഉൾപ്പെടെയുള്ള താന്ത്രികപരമായുള്ള കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ചുമതലയെന്നും കോടതി. തന്ത്രിക്ക് ബോർഡ് തീരുമാനങ്ങളെ മറികടക്കാൻ കഴിയില്ല. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഉത്തരവ് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ശരിയാണ്. മനോജ്, അതായത് തെളിവില്ല എന്നത് ഒരു വശത്ത്, മറ്റൊന്ന് തന്ത്രിക്ക് ഏതുവരെ പോകാം, ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാം, അത് താന്ത്രികപരമായ കാര്യങ്ങളിൽ മാത്രമാണ്. ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾ അട്ടിമറിക്കാനോ മറികടക്കാനോ ആവില്ല. കോടതി കൃത്യമായി പറഞ്ഞു വെക്കുന്നത് എന്താണ്? കൃഷ്ണരാജ് ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിഭാഗം വാദം ഉന്നയിച്ചിരുന്നത് ഇക്കാര്യങ്ങൾ തന്നെയാണ്. അതായത് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഇടപെടാൻ സാധിക്കുക, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടലില്ല എന്നുള്ള കാര്യം ഇത് കോടതി കൃത്യമായും ജാമ്യ ഉത്തരവിലും പറയുന്നുണ്ട്. അതായത് ദേവസ്വം മാനുവലിൽ ഉൾപ്പെടെ പറയുന്ന കാര്യം ആചാരപരമായിട്ടുള്ള, അതായത് പൂജകളിലും താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിലും മാത്രമാണ് തന്ത്രിയുടെ ഇടപെടൽ. മറ്റ് കാര്യങ്ങളിൽ, അതായത് ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതും അതോടൊപ്പം തന്നെ തിരുവാഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ചുമതലയെല്ലാം ബോർഡിനാണുള്ളത്. അക്കാര്യങ്ങളിൽ ഇടപെടാൻ തന്ത്രിക്കാവില്ല എന്നും ബോർഡിനെ മറികടക്കാൻ തന്ത്രിക്കാവില്ല എന്നും കോടതി വിലയിരുത്തുന്നുണ്ട്. ഈ ജാമ്യോത്തരവിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി പറയുന്നത് SITക്ക് തന്ത്രിക്കെതിരായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതായത് SIT പല റിപ്പോർട്ടുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. തന്ത്രിയുടെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ വാദമുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോഴും ആ ഗൂഢാലോചന നടന്നതിന് തെളിവില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷിക്കുന്നത്. അക്കാര്യങ്ങൾ കോടതി ഈ ജാമ്യ ഉത്തരവിൽ കൃത്യമായും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ അതായത് SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് ED കേസ് എടുക്കുമ്പോഴാണ്. അതായത് ED ഈ അന്വേഷണ രംഗത്തേക്ക് വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തിന് പുറത്ത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു. അതിനു പിന്നാലെ തന്ത്രിക്കെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. തന്ത്രിയെ മാത്രം ഇങ്ങനെ വേട്ടയാടുന്ന ഒരു സമീപനം ഉണ്ടായി എന്ന് പ്രതിഭാഗം ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞിരുന്നു. വിചിത്രമായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് അടക്കം അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കോടതി ഈ ഇരുവാദങ്ങളും കേൾക്കുമ്പോൾ അതിൽ ഈ ജാമ്യം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. 41-ാം ദിനമാണ് തന്ത്രിക്ക് ജാമ്യം കിട്ടുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇത് തന്നെയാണ്. തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മഹസറിൽ ഒപ്പുവയ്ക്കാത്തത് ഈ ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ളതിനെ ദുർബലപ്പെടുത്തുന്നുവെന്നും കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ആ ജാമ്യ ഉത്തരവിലെ ഓരോ കാര്യങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഒപ്പം ചേരുന്നത്. ശ്രീ അനിൽ വിളയിൽ, നോക്കൂ, ജാമ്യ ഉത്തരവാണ് ജനം TV പുറത്തുവിടുന്നത്. തെളിവുകൾ തന്ത്രിക്കെതിരെ ഹാജരാക്കാൻ SITക്ക് ആയിട്ടില്ല. മറ്റൊന്ന്, തന്ത്രിക്ക് താന്ത്രികപരമായ കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാനാകൂ എന്ന് കോടതി വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡ് എന്ത് തീരുമാനമെടുത്താലും അതിനെ മറികടക്കാൻ തന്ത്രിക്ക് കഴിയില്ല. സ്വാഭാവികമായും തന്ത്രിയുടെ ഭാഗത്ത് ശരിയുണ്ടെന്നല്ലേ തെളിയുന്നത്? അതെ, ഒരു പരിധി വരെ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം മുൻ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ ബലിയാടാക്കിയതാണോ എന്ന് ചില കോണുകളിൽ നിന്നെങ്കിലും സംശയം ഉയർന്നാൽ അതിനെ നമുക്ക് തെറ്റെന്ന് പറയാൻ സാധിക്കില്ല. കാരണം SIT ഒരു പൂർണ്ണ പരാജയമാണ് എന്ന് ദിനം പ്രതി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിലെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഒബ്ജക്റ്റ് റിക്കവർ ചെയ്തിട്ടില്ല നാളിതുവരെ. 4-4.25 കിലോ സ്വർണം നഷ്ടപ്പെട്ടിട്ട് 400 ചില്ലുവാനം ഗ്രാം സ്വർണം മാത്രമാണ് നാളിതുവരെ SIT ഈ റിക്കവറി ആയിട്ട് പിടിച്ചെടുത്തിട്ടുള്ളത്. ആ റിക്കവറി ആയിട്ട് പിടിച്ചെടുത്ത സ്വർണം തന്നെ ശബരിമലയിൽ നിന്ന് പോയ സ്വർണമാണ് എന്ന് തെളിയിക്കുന്നതിലും SIT നാളിതുവരെ വിജയിച്ചിട്ടില്ല. പിന്നെ തന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് തന്ത്രി എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം. ഈ തന്ത്രിയോട് കേരളത്തിലെ ഭരണപക്ഷത്തിന്, മുഖ്യമന്ത്രിക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് വളരെ ശക്തമായ എതിർപ്പുണ്ട്. യുവതീ പ്രവേശന സമയത്ത് നട അടച്ചിടുമെന്നും പരിഹാരക്രിയകൾ ചെയ്യുമെന്നും പറഞ്ഞപ്പോൾ വളരെ ഹീനമായും മോശമായും തന്ത്രിയെ ചിത്രീകരിച്ച വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹം വൈരനിര്യാതന ബുദ്ധിയോടുകൂടി തന്ത്രിയോട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം പ്രൂവ് ചെയ്യാൻ SITക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ ഇദ്ദേഹമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെങ്കിൽ ഒരു സാധാരണ ഉൾക്കഴകമായിട്ട് അയാളെ നിലനിർത്തില്ലായിരുന്നു. തുടങ്ങിയ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളാണ് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇനി അതിനൊക്കെ ഉത്തരം കണ്ടെത്തി ശക്തമായ തെളിവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും SIT ഹാജരാക്കണം. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൃത്യമാണ്,
ഈ ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തില് തന്ത്രിയായാലും മന്ത്രിയായാലും കുറ്റക്കാരാണ്, ശിക്ഷിക്കപ്പെടണം. അതേപോലെ തന്നെ നിരപരാധിയാണെങ്കിൽ അവരെ ഒരു തരത്തിലും പീഡിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത്. കാരണം ഇത് ധാർമ്മികതയുടെ ഒരു വിഷയം കൂടിയുണ്ട്. ശബരിമലയുമായി ഇടപഴകുന്നു എന്നുള്ള കാരണത്താൽ, അയ്യപ്പനുമായി അടുത്ത് ഇടപഴകുന്നു എന്നുള്ള കാരണത്താൽ തന്ത്രിയെ കുറ്റവാളി എന്ന് പറയാനൊക്കില്ല. മഹസറിൽ ഒപ്പിട്ടില്ല എന്ന കാരണത്താൽ അദ്ദേഹം ഗൂഢാലോചന ഉൾപ്പെട്ട ആളാണെന്ന് പറയാൻ സാധിക്കില്ല. ഇങ്ങനെ അദ്ദേഹത്തിന് അനുകൂലമായ പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടാണല്ലോ സ്വാഭാവിക ജാമ്യം അല്ല ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവർക്കൊക്കെ 90 ദിവസത്തിന്റെ ആനുകൂല്യത്തിലുള്ള സ്വാഭാവിക ജാമ്യം കൊടുത്തപ്പോൾ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മെറിറ്റിന്മേലാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നത്. മെറിറ്റിന്മേലുള്ള ജാമ്യവും സ്വാഭാവിക ജാമ്യവും രണ്ടാണ്. പ്രഥമ ദൃഷ്ട്യാ തന്നെ വിജിലൻസ് കോടതിക്ക് ഇദ്ദേഹത്തിനെതിരെയുള്ള കുറ്റങ്ങൾ പ്രാഥമികമായി പോലും തെളിയിക്കാൻ SITക്ക് സാധിച്ചില്ല എന്ന നിഗമനത്തിൽ ജാമ്യം കൊടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ ദുർബലമാണ് എന്ന് കോടതിക്ക് മനസ്സിലായി. അതായത് 42 ദിവസങ്ങൾക്ക് ശേഷം തന്ത്രി പുറത്തിറങ്ങുന്നു. അത് നൽകേണ്ടി വരുന്നു ജാമ്യം കോടതിക്ക്. മറുവശത്ത് കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ ചിലർ പുറത്തിറങ്ങുന്നു. ഏതായാലും തന്ത്രിക്ക് താന്ത്രികപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ മാത്രമാണ് അവകാശം. ദേവസ്വം ബോർഡ് തീരുമാനങ്ങളെ മറികടക്കാനാവില്ല. മാത്രമല്ല തെളിവുകളും ഇല്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു M. മനോജ്. പ്രതികരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് അനിൽ വിളയിൽ.